ഹായ് എവറിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് ടേമിൽ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്തിട്ട് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് എങ്ങനെ എൻട്രി എടുക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ കുറച്ച് കാലത്തേക്ക് എനിക്ക് ഈ വീഡിയോ നിർത്തി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് കാലമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം കൊണ്ടും പിന്നെ കോഴ്സിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ടാണ് അതൊന്ന് ലാഗായി പോയത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ്. ഓക്കെ. അപ്പോൾ ഈ ഷോർട്ട് ടേം സ്റ്റോക്ക് അനാലിസിസ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീക്ക്ലി ഒരു 1-2 സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇന്ന് എടുക്കുന്ന സ്റ്റോക്ക് അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണോ അതിൽ സ്റ്റോപ്പ് ലോസ് അഥവാ ടാർഗറ്റ് ഹിറ്റ് ആവുന്നത് എപ്പോഴാണോ അത് നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് NSEൻ്റെ സൈറ്റിൽ വന്നിട്ടാണ്. NSEൻ്റെ സൈറ്റിൽ ഇക്വിറ്റീസിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് NSE ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന, അതായത് NSE ഇന്ത്യ എന്ന് അടിക്കുമ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റ് എടുത്താൽ മതി. അത് തന്നെയാണ് NSE ഇന്ത്യ. അതിൽ നമ്മൾ സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നത് ഇക്വിറ്റീസ് എടുക്കുക. ഇക്വിറ്റീസിൽ വ്യൂ ഓൾ കൊടുക്കുക. അതിൽ വോളിയം ഗെയിനേഴ്സ്. ഓക്കെ. ഈ വോളിയം ഗെയിനേഴ്സ് നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇന്ന് ഒരു ദിവസത്തിൽ മാത്രം കൂടുതലായിട്ട് വോളിയം വന്ന സ്റ്റോക്കുകളാണ് ഈ കാണുന്നതെല്ലാം. അത് സെല്ല് ചെയ്ത വോളിയം ആവാം, ബൈ ചെയ്ത വോളിയം ആവാം. സെല്ല് ചെയ്ത വോളിയം ആണെങ്കിൽ ഇങ്ങനെ റെഡിൽ കാണിക്കും, റെഡ് കളറിൽ നെഗറ്റീവായിട്ട് കാണിക്കും. നമുക്കതല്ല അവോയ്ഡ് ചെയ്യാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ളതാണ് വേണ്ടത്. 16, 12, 19 എന്നുള്ള ഇതാണ് വേണ്ടത്. ഇത് സൂചിപ്പിക്കുന്നത് എത്ര ശതമാനം, അതായത് ചേഞ്ച് ആണ്, എത്ര ശതമാനം ഈ സ്റ്റോക്കിൽ മൂവ്മെന്റ് വന്നോ. ഓക്കെ. ഈ കാണുന്നതെല്ലാം സ്റ്റോക്കുകൾ. ഓക്കെ. ഇതിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ചേഞ്ച് ആ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ LTP എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ്. ഇതാണ് സ്റ്റോക്കിന്റെ പ്രൈസുകൾ. ഈ കാണുന്ന സ്റ്റോക്കുകളുടെ എല്ലാം പ്രൈസാണിത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ആ പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കുകൾ മാത്രം അനലൈസ് ചെയ്താൽ മതി. അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് പറയാം. ഇതിലിപ്പോൾ ഈ ഒരു വിരാജ് അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ 54 ലാക്ക് വോളിയം വന്നിട്ടുണ്ട്. ബൈയിങ് ആണ് വോളിയം വന്നിരിക്കുന്നത്. 16% ബൈയിങ് വോളിയം ആണ് വന്നിരിക്കുന്നത്. 54 ലാക്ക്. ഇതിന്റെ ആവറേജ് വീക്ക്ലി വോളിയം എന്ന് പറയുന്നത് 1,86,000 ആണ്. ക്ലിയർ ആയില്ലേ? ആവറേജ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 1,86,000 ആണ്. പക്ഷേ ഈ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ആവറേജ് വോളിയം എടുക്കുകയാണെങ്കിൽ, ഓരോ ദിവസത്തെ ആവറേജ് വോളിയം എടുക്കുകയാണെങ്കിൽ 5 ദിവസത്തെ ആവറേജ് എന്ന് പറയുന്നത് 1,56,000 ആണ്. അതിൽ നിന്നും ഒരുപാട് മാറിയിട്ട് ഇന്ന് ഒരു ദിവസത്തിൽ 54 ലക്ഷം വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ നിയർലി നമുക്ക് എത്ര പറയാൻ പറ്റും? 40 ഇരട്ടിയോളം പറയാം അല്ലേ? 1.5 ലക്ഷം ഇവിടെ കിടക്കുന്നു, 50 ലക്ഷം ഇവിടെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് നിയർലി ഒരു 40 ഇരട്ടിയോളം പറയാം. അപ്പോൾ ഇത് ആരാണ് ഇത്രയും ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ഈ വോളിയം ഗെയിനേഴ്സിന് എടുക്കാൻ കാരണം, ഇത്രയധികം ക്വാണ്ടിറ്റീസ് ഒരിക്കലും എന്താ പറയുക, ഒരു റീറ്റെയിൽ ട്രേഡറിന് വാങ്ങാൻ പറ്റുന്ന വോളിയം അല്ല. കാരണം ഈ 50 ലക്ഷമൊക്കെ ക്വാണ്ടിറ്റീസ് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 250 രൂപയുടെ സ്റ്റോക്കാണ്. 250 രൂപയുടെ സ്റ്റോക്ക് 50 ലക്ഷം ക്വാണ്ടിറ്റിയിൽ ഒരു റീറ്റെയിലർക്ക് വാങ്ങാൻ സാധിക്കില്ല. കാരണം ഇതിന്റെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. സാധാരണ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് പോകുന്ന ഒരു വോളിയം. അവിടെ നിന്ന് മാറിയിട്ടാണ് 50 ലക്ഷം വന്നിരിക്കുന്നത്. ഇതാരോ പെട്ടെന്ന് ബൈ ചെയ്തതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൽ
എൻട്രി എടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. വെറുതെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് അതിലൊരു ബൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ട് ഇനി നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കാം എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 മന്തിൽ ഒരു 20% ഇല്ലെങ്കിൽ ഒരു 10-20% ഒക്കെ മൂവ്മെന്റ് കിട്ടുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് എൻട്രി എടുത്ത് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തൊരു സ്റ്റോക്കാണ് ഈ പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ അനലൈസ് ചെയ്തെടുത്ത സ്റ്റോക്ക്. ഇതിൽ ഇന്നേ ദിവസം നല്ല വോളിയം ഹൈക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വോളിയം ബാർ സോൺ ആക്കുകയാണെങ്കിൽ ഇന്ന് നല്ല വോളിയം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലും വലിയ കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓക്കെ, നമ്മൾ ഷോർട്ട് ടേമിന് എടുക്കുന്ന സമയത്ത് 1 to 2 അവർ, ഓക്കെ, 2 അവറിൽ വെച്ചിട്ടാണ് നമ്മൾ, അതായത് ഞാൻ പേഴ്സണലി എടുക്കുന്ന സമയത്ത് 1 മന്ത് വരെയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. 1 ഡേയിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ആകെ 20 ക്യാൻഡിലേക്കേ വരുള്ളൂ. 10-20 ക്യാൻഡിൽ. ഒരു മാസം എന്ന് പറയുമ്പോൾ 10 ദിവസമേ മാർക്കറ്റ് ഉള്ളൂ. അതിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടണമെന്നില്ല. അതും ഇത്രയും ചെറിയൊരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടണമെന്നില്ല. അതും ഒരു 2-3 മന്ത്സ് ഒക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം, ഇതിൽ ചാർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ഓക്കെ, കുറേ കാലമായിട്ട് അപ് ട്രെൻഡിലാണ് പോകുന്നത്. അതായത് വർഷങ്ങളായിട്ട് നല്ലൊരു അപ് ട്രെൻഡ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത് ഒന്നാമത്തെ കാരണം. പിന്നെ ഇന്ന് നല്ല വോളിയം ഹൈക്ക് വന്നിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാരണം ഞാൻ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ. പിന്നെ ഇതിൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് ചൂസ് ചെയ്യാൻ കാരണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഒറ്റ ദിവസം കൊണ്ട് അത് വാങ്ങി അവസാനിപ്പിക്കില്ല. കണ്ടോ, ഇവിടെ നിന്ന് നല്ലൊരു വോളിയം ഹൈക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. പിന്നെ ഈ ഒരു പോയിന്റിലും ഇവിടെ നിന്നൊരു വോളിയം ഹൈക്ക് വന്നു. പിന്നെ ചെറുതായിട്ടും താഴത്തോട്ട് വന്നിട്ട് പിന്നെയും വോളിയം ഹൈക്ക് വന്നിട്ട് മേലോട്ട് കയറുകയാണ് ചെയ്യുന്നത് 2 അവർ ടൈം ഫ്രെയിം വയ്ക്കുമ്പോൾ. ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഈ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. നമുക്ക് ഇനി വേണ്ടത്, ഇനി എവിടെ നിന്ന് നമുക്കൊരു പ്രോപ്പർ എൻട്രി എടുക്കാം, ഇനി എവിടെ നിന്നാണ് നമുക്കൊരു എൻട്രി പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനാണ്, ആ ഒരു കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാർട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി, നല്ലൊരു അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ മുൻപൊന്നും എൻട്രി എടുത്തിട്ടില്ല. ഇനി നമുക്ക് എൻട്രി വേണം. നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കും എന്നതാണ്. അപ്പോൾ ഇത് എവിടെ വന്ന് തട്ടിയിട്ട് എങ്ങോട്ട് പോകും എന്നാണ് നമ്മൾ അനലൈസ് ചെയ്തെടുക്കേണ്ടത്. നമ്മളപ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് എവിടെ തട്ടിയിട്ടാണ് ഇത് മേലോട്ട് കയറുക അല്ലേ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ആകുമ്പോഴാണ് ഇത് മേലോട്ട് കയറുക. ഇപ്പോൾ ഇത് മേലോട്ട് കയറി, ഒരു പോയിന്റ് എത്തിയപ്പോൾ തട്ടിയിട്ടാണ് മേലോട്ട് കയറിയത്. പിന്നെ തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു പോയിന്റിൽ ടച്ച് ആയിട്ടാണ് മേലോട്ട് കയറിയത്. ഇവിടെയാണെങ്കിലോ താഴോട്ട് വന്നിട്ട് ഒരു പോയിന്റിൽ ടച്ച് ആയിട്ട് മേലോട്ട് കയറി അല്ലേ? ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്, എവിടെ ടച്ചായി എങ്ങോട്ട് പോകുന്നുള്ളത്. അതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് പ്രോബബ്ലി റിവേഴ്സൽ വരാനുള്ള പോയിന്റ് എവിടെയാണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാർക്കറ്റ് നേരത്തെ, അതായത് 2 ദിവസം മുൻപ് ഈ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് ഒരു പ്രൈസ് റേഞ്ച് എത്തിയപ്പോൾ, അതായത് 191, 90, 91 എന്നുള്ള ആ ഒരു റേഞ്ച് എത്തിയ സമയത്ത് അവിടുന്ന് റിവേഴ്സലായി താഴോട്ട് വന്നു. നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട്, ഇത്രയും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സായി മേലോട്ട് പോയേക്കാം എന്ന് നമുക്ക് ഒരു അനാലിസിസ് നടത്തിയിട്ട്
എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 5% കൂടുതൽ ഷോർട്ട് ടേമിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് മിനിമം 10% ആണ്, മിനിമം. അപ്പോൾ 5% എക്സീഡ് ചെയ്യാൻ പറ്റില്ല സ്റ്റോപ്പ് ലോസ്. നമ്മൾ എത്ര റിസ്ക് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഓപ്റ്റ് ചെയ്യുന്നത് 5% കൂടുതൽ റിസ്ക് ചെയ്യാൻ പാടില്ല, എന്നാലേ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയിട്ടിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 89, 90, 88, 89 എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഒരു 82, 81 ഈ ഒരു റേഞ്ചിലായിരിക്കും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഈ ഒരു റേഞ്ചിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരും. ക്ലിയർ ആയില്ലേ? ഇത് എങ്ങനെയാണ് ഈ പോയിന്റിൽ വന്ന് ടച്ച് ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തട്ടിയിട്ടാണ് താഴോട്ട് വന്നത് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തട്ടിയിട്ടാണ് താഴോട്ട് വന്നത്. നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാം. കണ്ടോ, മേലോട്ട് കയറിയിട്ട് തട്ടിയിട്ട് മേലോട്ട് പോയി. ഓക്കെ, റിവേഴ്സൽ പോയിന്റ് ആണിത്. മേലോട്ട് കയറിയിട്ട് തട്ടിയിട്ട് താഴോട്ട് വന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തട്ടിയിട്ട് മേലോട്ട് പോകും എന്നുള്ളത് എന്താണ്, ഒരു പ്രോബബിലിറ്റി ആണ്. എല്ലാം ഒരു പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ആ പ്രോബബിലിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് എത്തിയ സമയത്ത് എന്തുകൊണ്ടോ ഈ പ്രൈസ് റേഞ്ച് തട്ടി തിരിച്ച് താഴോട്ട് വന്നു അല്ലേ? ഇത് തന്നെ നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ കണ്ടോ, റിവേഴ്സൽ സോണാണിത്. ഇത് തട്ടി കഴിഞ്ഞാൽ താഴോട്ട് വരുന്നു, ഇത് തട്ടുമ്പോൾ താഴോട്ട് വരുന്നു. ഇത് ബ്രേക്ക് ആയപ്പോൾ ഇതിൽ തട്ടിയിട്ട് മേലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു റിവേഴ്സൽ സോണാണിത്. ഇതിൽ തട്ടിയിട്ട് താഴോട്ട് വന്നു, എന്നിട്ട് ഇത് ബ്രേക്കായി. ഇനി ഇതിവിടെ തട്ടിയിട്ട് മേലോട്ട് പോയേക്കാം എന്നുള്ളൊരു പ്രോബബിലിറ്റീൻ്റെ ബേസിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ എൻട്രി ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇതിന് പ്രൈസ് ആക്ഷൻ്റെ, അതായത് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് ആക്ഷൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ ടച്ച് ആവുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ഒരു റിവേഴ്സൽ സോണാണല്ലേ, ഇത്രയ്ക്ക് ഒരു റിവേഴ്സൽ സോണാണ്. എന്തുകൊണ്ട് മാർക്കറ്റ് ഈ പ്രൈസിൽ ടച്ച് ആവുന്ന സമയത്ത് റിവേഴ്സ് ആവുന്നു? ഓക്കെ, മാർക്കറ്റ് ഈ പ്രൈസിൽ ടച്ച് ആയപ്പോൾ ഇവിടെ നിന്നും റിവേഴ്സായി താഴത്തോട്ട് ഫോൾ ആയി. ഇങ്ങനെയാണ് നമ്മൾ ഇതിലൊരു എൻട്രി പോയിന്റ് ഫൈൻഡ് ചെയ്യുക. ഇത് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു നീട്ടിയാലോ, ബ്രേക്കായി മേലോട്ട് കയറിയിട്ട് തട്ടിയിട്ട് മേലോട്ട് കയറി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻട്രി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിനെ പറയുന്നതാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടിയിട്ട് മേലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. ഇനി ടാർഗറ്റ് എങ്ങനെ വെക്കും, അതാണ് ചോദ്യം. ഇതിൽ എൻട്രി എടുക്കുന്നതിന് ഇത് നമ്മൾ മാനുവലി ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്സ്. നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മോസ്റ്റ് പ്രോബബ്ലി പറയുന്നത് 0.5 ആണ്. 0.5 എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് 0.6 പറയുന്നത് ഗോൾഡൻ റേഷ്യോ എന്നാണ്. പ്രോബബ്ലി ഇവിടെ വന്ന് ടച്ച് ആയിട്ട് പോകാനാണ് ചാൻസ്. പക്ഷേ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഗോൾഡൻ സോൺ ആണ്, അതായത് 0.5ൻ്റെയും 0.6ൻ്റെയും ഇടയിൽ ഇവിടെ വന്ന് ടച്ച് ആയിട്ട് മേലോട്ട് പോകാനാണ് ചാൻസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റാണ്. നമുക്ക് ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഈ ഒരു ഹൈ ആയിരിക്കണം, ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇതും വെച്ചിട്ട് മേലോട്ട് ട്രേഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി എടുക്കുന്ന എൻട്രിയുടെ സ്റ്റൈല്. ഓക്കെ, ഇത് സ്റ്റോപ്പ് ലോസ് ആണ്, ഇത് സ്റ്റോപ്പ് ലോസ് ആണ്. താഴോട്ട് വന്ന് ടച്ച് ആയിട്ട് മേലോട്ട് കയറും എന്നുള്ള ഒരു പ്രോബബിലിറ്റിയുടെ ബേസിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്കായി താഴോട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായും ഈ ഒരു പ്രൈസിൽ നിന്ന് സെല് ചെയ്ത് വിടും. അപ്പോൾ എൻ്റെ എൻട്രി ഞാൻ ഒരു 88, 89 എന്നൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു 81, 82 മീൻസ് ഒരു
ഒരു 7-8 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. ടാർഗറ്റോ ഞാനൊരു 90 എടുത്തു എന്ന് കൂട്ടിക്കോ, 90 ഞാൻ എടുത്തു എന്ന് കൂട്ടിക്കോ. മേലോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 200, 220 ടാർഗറ്റ്, 30 രൂപ ടാർഗറ്റ്. അത് എത്ര വരും? 15% എബവോളം വരും. 5% നമ്മൾ സ്റ്റോപ്പ് ലോസും വെക്കുന്നു. അങ്ങനെ നമ്മൾ 10 ട്രേഡ് ഇതേപോലെ എടുത്തു. 5 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിപ്പോയി, 5 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, 5 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിപ്പോയി. എനിക്ക് വരുന്ന നഷ്ടം 5% വെച്ചിട്ട് 5 25% ലോസ്. 25% എനിക്ക് ലോസ്. 5 പ്രോഫിറ്റിൽ ഹിറ്റ് ആയി കഴിഞ്ഞാൽ 15% വെച്ചിട്ട് 5 നിന്ന് എനിക്ക് 75% പ്രോഫിറ്റ് വരും. അപ്പൊ 25% ലോസും 75% പ്രോഫിറ്റും. അപ്പൊ ലോസ് എന്ന് പ്രോഫിറ്റ് മൈനസ് ആക്കി കഴിഞ്ഞാൽ 50% എനിക്ക് പ്രോഫിറ്റിലായിരിക്കും. അതിൽ ചാർജസും ബാക്കി കാര്യങ്ങളും എല്ലാം കുറയ്ക്കുകയാണെങ്കിൽ ഞാനൊരു 40 to 45% പ്രോഫിറ്റിലായിരിക്കും നിൽക്കുക. ഓക്കെ, നമുക്കൊരു 40% കൂട്ടാം. ക്വാർട്ടർലി 40% വെച്ച് നോക്കുകയാണെങ്കിൽ ഇയർലി നമുക്ക് 160% ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ല കേട്ടോ, പോസിബിൾ ആണ്. ഓക്കെ, ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, ഇന്നും യൂസ് ചെയ്ത മെത്തേഡാണ്. ഓക്കെ, ഇത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ ഒരു മെത്തേഡാണ്. ഇൻട്രാഡേ ചെയ്യാനൊക്കെ ടൈമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നൈറ്റ് ഇരുന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, അത് എന്നിട്ട് പിറ്റേ ദിവസം ആ ഒരു എൻട്രി എത്തുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന്റെ അവിടെ നിന്ന് നമുക്ക് പ്രൈസ് അലേർട്ട് വെച്ച് വെക്കാൻ പറ്റും. ബ്രോക്കറിലാണെങ്കിലും ട്രേഡിംഗ് വ്യൂലൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് പ്രൈസ് അലേർട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എൻ്റർ ആവുക, ബ്രോക്കറിൽ കയറുക, ബൈ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, പിന്നെ അത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് ടേം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചാർട്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ടു ജോയിൻ. നമ്മളവിടെ ഈ ഒരു ഷോർട്ട് ടേമിൻ്റെ ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും കമ്മോഡിറ്റി ആണെങ്കിലും നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ, ലോങ് ടേമിലാണെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.